നമസ്കാരം. ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ചൈനീസ് കമ്പനികൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. കാരണം പാകിസ്ഥാന് കാശിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ പ്രോജക്റ്റ് ആരംഭിച്ച് അത് അവസാനിക്കുന്നതിനിടയിൽ തന്നെ നിരവധിയായിട്ടുള്ള ചൈനീസ് പൗരന്മാരാണ് ഇതിനിടയിൽ കൊല്ലപ്പെടുന്നത്. അതായത് ചൈന പാക് എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള ഗോദർ പോർട്ടിൻ്റെ വിപുലീകരണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് 19 ചൈനീസ് പൗരന്മാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പൗരന്മാർ ഇതിൻ്റെയൊക്കെ പല പ്രോജക്റ്റിൻ്റെയും, പ്രത്യേകിച്ചും ഈ ഖൈബർ പങ്ക്ത്വ മേഖലയിലുള്ള ചില പ്രോജക്റ്റുകൾക്ക് ഇടയിൽ നിരവധി പൗരന്മാർ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ചൈനീസ് കമ്പനികൾക്ക് ഉണ്ടായതിനെ തുടർന്നാണ് ചൈനീസ് കമ്പനികൾ പാകിസ്ഥാൻ വിടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ദാസു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 6 എഞ്ചിനീയർമാരാണ് ഈ മേഖലയിൽ കൊല്ലപ്പെട്ടത്. ഖൈബർ പങ്ക്ത്വ മേഖലയിലാണ് ഈ ദാസു പ്രോജക്റ്റ് വരുന്നത്. ഇൻഡസ് റിവറിലാണ് ഈ ഇത്തരത്തിലുള്ളൊരു ഡാം പ്രോജക്റ്റ് വരുന്നത്. ഈ ഡാം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 6 ചൈനീസ് എഞ്ചിനീയർമാരാണ് കൊല്ലപ്പെട്ടത്. ഇതിനോടൊപ്പം തന്നെ പല പ്രോജക്റ്റുകൾക്കിടയിൽ തന്നെ 25-30ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടും അറിയാൻ കഴിയുന്നു. അങ്ങനെ ചൈനീസ് പൗരന്മാരുടെ ഒരു സെക്യൂരിറ്റി കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം കമ്പനികളെല്ലാം തന്നെ വിഡ്രോ ചെയ്ത് വീണ്ടും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഈ കമ്പനികൾ ഇപ്പോൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. നേരത്തെ ഇത്തരം കമ്പനികൾക്ക് ഇന്ത്യ അനുമതി കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക് റൂട്ടിൽ തന്നെ ചില കമ്പനികൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. കാരണം അത്തരം കമ്പനികളുടെ ഒരു സാങ്കേതിക വിദ്യ നമുക്കേറെ പ്രയോജനകരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ ലിമിറ്റഡായിട്ട് ഇത്തരം കമ്പനികൾക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ലോകമെമ്പാടും വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളും ഈ ചൈനീസ് പ്രോഡക്റ്റുകൾ വാങ്ങാത്ത ഒരു അവസ്ഥയുണ്ട്. അത് ഇന്ത്യയിലേക്ക് അവർ ഇൻവെസ്റ്റ് നടത്തിയാൽ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള പരിവേഷം കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകൾ ലോകം വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് കരുതുന്നത്, ഇന്ത്യയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്ര വിപുലമായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ചൈനീസ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നില്ല. കാരണം ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചൈനയെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു സാഹചര്യത്തിലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് നിറം മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല. നാളെ അവർക്ക് അരുണാചൽ വേണമെന്ന് തോന്നും, അതോടൊപ്പം തന്നെ ചിക്കൻ നെക്ക് കോറിഡോർ വേണമെന്ന് തോന്നും, അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വേണമെന്ന് തോന്നും. അങ്ങനെ ചൈനയ്ക്ക് പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തോന്നും. അതിനനുസരിച്ചൊന്നും ഭാരതത്തിന് നിൽക്കുവാൻ പറ്റില്ല. ഭാരതത്തിൻ്റെ സുരക്ഷയെ ഭാരതത്തിന് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നത്. പക്ഷേ ചൈന വളരെയധികം ആഗ്രഹത്തോടു കൂടി ചൈനയുടെ ഒരു ഭായിയായി തിരഞ്ഞെടുത്ത പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം കമ്പനികളെല്ലാം തന്നെ അരങ്ങൊഴിഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് താലിബാൻ 2021 അധികാരത്തിൽ വന്നതോടുകൂടി പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെയധികം പരിങ്ങലായി. പാകിസ്ഥാനിൽ സുരക്ഷ കൊടുക്കാൻ, അതായത് ചൈനീസ് കമ്പനികൾക്ക് സുരക്ഷ കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ 42% ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഭീകരാക്രമണത്തിൻ്റെ തോത് വർദ്ധിച്ചത്. ഇങ്ങനെ ഭീകരാക്രമണം ഇത്രമേൽ വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അങ്ങനെ പാകിസ്ഥാൻ അങ്ങനെ അടിമുടി തകർന്നിരിക്കുകയാണ്. ചൈനയുടെ ഒരു സഹായം ലഭിക്കുന്നില്ല, അമേരിക്കയുടെ ഒരു സഹായം ലഭിക്കുന്നില്ല. ആഭ്യന്തരമായി തന്നെ വലിയ പ്രശ്നങ്ങൾ. ഇനി ലോകബാങ്കിൻ്റെ ഭാഗത്തേക്ക് പോലും അടുക്കരുത്, IMFൻ്റെ ഭാഗത്തേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാമ്പത്തികമായ കടക്കണിയും യുദ്ധവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒപ്പം പാകിസ്ഥാൻ്റെ അഹങ്കാരത്തിനൊട്ടും കുറവില്ല. അഫ്ഗാനിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ ആക്രമണം നടത്താൻ ഇടയിൽ ശ്രമിക്കുമ്പോൾ ഈ ഇന്ധന ചെലവിൻ്റെ ഇടയിൽ പോലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അഹങ്കാരം നമുക്ക് കാണണം. എന്നിട്ട് ഇനി അവർ തിരിച്ചടിച്ചപ്പോൾ ജിഹാദികളെ വിട്ടൊക്കെയാണ് ഈ രീതിയിൽ പാകിസ്ഥാൻ ഒരു സമാധാന ശ്രമം നടത്തുന്നത്. എല്ലാം തുടങ്ങി വയ്ക്കും, പക്ഷേ തിരിച്ചടി കിട്ടുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആണ്. അതായത് വയ്യാത്ത പിള്ള കയ്യാല കയറരുത് എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ ഈ വയ്യാത്ത പിള്ള കയ്യാല കയറുന്ന രീതിയിലാണ് പാകിസ്ഥാൻ പല ശ്രമവും നടത്തിയിരിക്കുന്നത്. തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചൈനയും കൂടി അരങ്ങൊഴിയുന്നത് കൂടി നാളത്തെ അവസ്ഥ എന്തെന്ന് നാളെ തന്നെ പാകിസ്ഥാൻ ഭൂമുഖത്തുണ്ടാകുമോ എന്നൊക്കെ നാളെ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം പട്ടിണിയും ദാരിദ്ര്യവും മറുഭാഗത്ത് യുദ്ധവും. എന്തായാലും പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ ബഹുക്ഷേമം എന്ന് തന്നെ പറയേണ്ടതുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.